അതെ, നിങ്ങൾ വാഴപ്പിണ്ടി കറി വെച്ച് കൂട്ടിയിട്ടുണ്ടോ? ഈ വാഴയുടെ കാമ്പില്ലേ, അതിൻ്റെ ഉള്ളിലെ വാഴപ്പിണ്ടി എന്ന് പറയും. അത് കറി വെച്ച് കൂട്ടിയാൽ നല്ല. ഞാൻ കാണിച്ചു തരാവേ. അതിൻ്റെ എടുത്തു പറ. ഇനിയുണ്ട് ഇതിനകത്ത് പൊളിക്കാൻ. ഇത് കുറേ പൊളിക്കുന്നുണ്ട്. കാണിച്ചു തരാവേ. ഇതാണ് ഇതാണ് കേട്ടോ. സാധനമാണ് നമ്മൾ കറി വെക്കാൻ എടുക്കുന്നത്. ഇതുകൊണ്ടോ, ഇത് കൊണ്ടുപോയിട്ട് മറ്റേ ചെറുപയറും ഇതും കൂടെ ഇട്ട് തോരൻ വെച്ചാൽ നല്ലതാണ്. കൂട്ടിയിട്ടുണ്ടോ നിങ്ങൾ? ഇതുകൊണ്ട് ചെറുപയറിട്ട് കറി വെച്ചാണ്ടല്ലോ നല്ല സൂപ്പറാണ്. നമുക്കറിയത്തില്ല, നമ്മുടെ വയറ്റിലെ മുടിയോ അങ്ങനെ ചീത്ത സാധനങ്ങളൊക്കെ പോകുമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നൂല്. ഇതിങ്ങനെ അരിയണം ചെറുതായിട്ട്, ഉണ്ടോ? പക്ഷെ എന്നിട്ടുണ്ടല്ലോ അതിൻ്റെ ഇതുണ്ടോ, ഈ നൂലുണ്ട്, എല്ലാത്തിലും ഉണ്ട് നൂല്. ഈ നൂല് ഇങ്ങനെ അരിച്ചെടുക്കണം. ഇതാ ഈ നൂല് കൊള്ളില്ല. ആ നൂല് നമുക്ക് ഇതുണ്ടോ, ഇതിങ്ങനെ കയ്യിൽ ചുറ്റി എടുക്കാം. ഇതുണ്ടോ, കയ്യിൽ ചുറ്റി എടുക്കുന്നത് പണ്ടത്തെ കറിയാണ് ഇതൊക്കെ. പണ്ട് കാരണവന്മാർ ഇതുപോലത്തെ കറികളൊക്കെ വെക്കും. ഉണ്ടോ? ഇങ്ങനെ കുരുകുരാന്ന് അരിയണം കേട്ടോ, ചെറുതായിട്ട് അരിയണം. ഇതെല്ലാം കൂടെ മിക്സിക്ക് ഇട്ടിട്ടൊന്ന് ഒതുക്കി ഇടണം. ഇതാ മുളകും ചെറിയ ഉള്ളി മഞ്ഞൾ എല്ലാം കൂടെ. കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് കുറച്ച് കടുകിടുക. കടുകിൻ്റെ വീട്ടിൽ എൻ്റെ കറിവേപ്പില ഇട്ട് ഇതുണ്ടാകും. ഇതിങ്ങനെ ഇടുക. അങ്ങനെ അടിച്ചു വെച്ച സാധനം എല്ലാം കൂടെ ഇട്ട് എണ്ണ അടിച്ച് കൂട്ടിയിട്ട് ഇവരങ്ങ് ഇടുക. പാകത്തിന് ഉപ്പ് ഒഴിക്കുക കേട്ടോ. ഉണ്ടോ? നല്ല എന്ത് കേട്ടോ. എന്തെങ്കിനകത്ത് പറഞ്ഞാൽ കുറച്ച് ചെറുപയറില്ലേ, ഇതാ ചെറുപയർ വേവിച്ച് വെക്കുവാണേ. അതും കൂടെ ഇട്ട് ഇളക്കി വെക്കുക. നല്ലൊരു തോരൻ കറിയായി നമുക്ക്. പണ്ടത്തെ കാരണന്മാരുടെ ഭക്ഷണം ഇത്. നന്നായിട്ട് ഉണ്ടോ? വാങ്ങേ ഉണ്ടോ? നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഇതിന്, ചെറുപയറിൻ്റെ ഇതിൻ്റെ ഒക്കെ ആയിട്ട്. ഓക്കെ, സൂപ്പറായിട്ടുണ്ട്.